പ്രിയപ്പെട്ടവരെ, ലോകം ഈ കാലഘട്ടത്തിൽ നേരിടുന്ന എല്ലാ വെല്ലുവിളികളെയും, പകർച്ചവ്യാധികളെയും, അസമാധാനങ്ങളെയും, ആത്മാവിൻ്റെ തകർച്ചകളെയും, സഭ നേരിടുന്ന വെല്ലുവിളികളെയും അതിജീവിക്കാനായി റോസറി വാർ എന്ന ആത്മീയ യുദ്ധത്തിലൂടെ ഷാലോം TV കത്തോലിക്ക സഭയോടൊപ്പം 50 ലക്ഷം ജപമാല ചൊല്ലിക്കൊണ്ട് ഈ ഒരു ആത്മീയ യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരിശുദ്ധ അമ്മയോടൊപ്പമുള്ള ഈ ഒരു ആത്മീയ യുദ്ധത്തിൽ, ഈ ഒരു റോസറി വാറിൽ ഇപ്പോൾ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന ദേവാലയം വയനാട്ടില് മലബാറിലെ ഏറ്റവും വലിയ തീർത്ഥാടന കേന്ദ്രമായ കിഴക്കിൻ്റെ ലൂർദ് എന്നറിയപ്പെടുന്ന പരിശുദ്ധ ലൂർദ് മാതാവിൻ്റെ അത്ഭുത പള്ളിയാണ്. പ്രിയപ്പെട്ട മക്കളെ, ഷാലോം ടെലിവിഷൻ ഈ റോസറി വാറിന് വേണ്ടി തെരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ പരിശുദ്ധ അമ്മ ഇവിടെ വരുന്ന ലക്ഷക്കണക്കിന് തീർത്ഥാടകരെ അനുഗ്രഹിക്കുന്ന അമ്മ ഈ റോസറി വാറിലൂടെ ഷാലോം ടെലിവിഷനിലേക്ക്, ഈ ശുശ്രൂഷയിലേക്ക് ചേർന്ന് നിൽക്കുന്ന എല്ലാ മക്കളെയും, എല്ലാ കുടുംബങ്ങളെയും, എല്ലാ യുവജനങ്ങളെയും, എല്ലാ വ്യക്തികളെയും, എല്ലാ കുഞ്ഞുമക്കളെയും, സഭ അധികാരികളെയും പരിശുദ്ധ അമ്മയോട് ചേർന്നുകൊണ്ട് 50 ലക്ഷം ജപമാല ചൊല്ലിക്കൊണ്ടുള്ള ഈ ആത്മീയ യുദ്ധത്തില്, ഈ റോസറി വാറില് നാം എല്ലാവരും പങ്കുചേരുകയാണ്. പറഞ്ഞേ, ആവേ മരിയ. Praise the Lord. Praise the Lord. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. യേശുവേ നന്ദി. യേശുവേ ആവേ മരിയ. ആവേ മരിയ. ആവേ മരിയ. ആവേ മരിയ. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. യേശുവേ നന്ദി. യേശുവേ നന്ദി. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ദൈവത്തിന്റെ ആത്മാവേ, ദൈവത്തിന്റെ ആത്മാവേ, ഷാലോം ടെലിവിഷൻ ശുശ്രൂഷയെ, ഷാലോം ടെലിവിഷൻ ശുശ്രൂഷയെ, റോസറി വാറിനെ അവിടുന്ന് ഏറ്റെടുക്കണമേ. പള്ളിക്കുന്നിലെ ഈ അത്ഭുത ദേവാലയത്തില്, പരിശുദ്ധ ലൂർദ് മാതാവിന്റെ ഈ അത്ഭുത പള്ളിയിൽ വെച്ച് നടക്കുന്ന റോസറി വാറിനെ പരിശുദ്ധാത്മാവേ ഏറ്റെടുക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. ഈശോയെ ആരാധന, ഈശോയെ ആരാധന. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിശുദ്ധ ലൂയിസ് മരിയ മോൺഫോർട്ട് ഈ ദിവസങ്ങളിലൊക്കെ ഷാലോം ടെലിവിഷന്റെ സ്ക്രീനിൽ നാം കാണുന്ന വാക്കുകളാണ്. മരിയ മോൺഫോർട്ട് പറഞ്ഞ വാക്കുകൾ അതിപ്രകാരമാണ്: എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സ്വർഗത്തിലേക്കുള്ള നിന്റെ യാത്രയിൽ എന്നെങ്കിലും വഴിതെറ്റിപ്പോയിട്ടുണ്ടോ? നിന്റെ ജീവിതത്തിൽ എന്തെങ്കിലും നിനക്ക് തകർച്ച നേരിടേണ്ടി വന്നിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ കരഞ്ഞു വിളിച്ചോളൂ, അമ്മേ, എൻ്റെ പരിശുദ്ധ മറിയമേ. പ്രിയപ്പെട്ടവരെ, മോൺഫോർട്ട് പറയുകയാണ്, കരഞ്ഞു വിളിച്ചോ അമ്മേ, എൻ്റെ പരിശുദ്ധ അമ്മേ. കാരണം പരിശുദ്ധ മറിയം സ്വർഗത്തിൻ്റെ വാതിലും ഉഷകാല നക്ഷത്രവുമാണ്. സ്വർഗത്തിൻ്റെ വാതിലും ഉഷകാല നക്ഷത്രവുമാണ്. എന്നിട്ട് മോൺഫോർട്ട് പറയാ, മക്കളെ, ഞാൻ എൻ്റെ ചോര കൊണ്ട് നിങ്ങൾക്ക് ഒപ്പിട്ട് തരാം. എല്ലാ ദിവസവും ജപമാല വിശ്വസ്തയോടെ ചൊല്ലുന്ന കുടുംബങ്ങള് ഒരു തകർച്ചയും നേരിടുകയില്ല. ജപമാല വിശ്വസ്തയോടെ ചെല്ലുന്ന വ്യക്തികളുടെ മേല് ഒരു തിന്മയുടെ ശക്തിയും പ്രബലപ്പെടില്ല. ആവേ മരിയ. Praise the Lord. Hallelujah. വിശുദ്ധ മരിയ ലൂയിസ് മരിയ മോൺഫോർട്ടിന് ഇങ്ങനെ പറയാനായിട്ട് പ്രേരിപ്പിച്ച ഘടകം എന്താണ് പ്രിയപ്പെട്ടവരെ? അത് മറ്റൊന്നുമല്ല, കത്തോലിക്ക സഭയുടെ ആത്മീയ യുദ്ധം
കത്തോലിക്ക സഭയുടെ ആത്മീയ യാത്ര, കത്തോലിക്ക സഭയുടെ പ്രാർത്ഥനാ ജീവിതം ആരംഭം കുറിക്കുന്നത് പരിശുദ്ധ മറിയത്തിനോട് ചേർന്നുകൊണ്ടാണ്. പറഞ്ഞേ ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അപ്പോസ്തല പ്രവർത്തനം 1-ാം അധ്യായം 14-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്, അവർ ഏക മനസ്സോടെ യേശുവിൻ്റെ അമ്മയായ മറിയത്തോടും മറ്റു സ്ത്രീകളോടും അവൻ്റെ സഹോദരരോടുമൊപ്പം പ്രാർത്ഥനയിൽ മുഴുകിയിരുന്നു. ഇതിനർത്ഥം കത്തോലിക്ക സഭ തൻ്റെ ആത്മീയ യുദ്ധം, തൻ്റെ പ്രാർത്ഥനാ ജീവിതം, തൻ്റെ ആധ്യാത്മിക യാത്ര ആരംഭിക്കുന്നത് പരിശുദ്ധ മറിയത്തോട് ചേർന്നാണ്. ഹല്ലേലൂയ, ആമേൻ. പ്രിയപ്പെട്ടവരെ, ഈ ആത്മീയ യുദ്ധത്തിന് നേതൃത്വം കൊടുക്കുന്നത് പരിശുദ്ധ മറിയമാണ് എന്നതിൻ്റെ തെളിവാണ്. ലോകം എപ്പോഴെല്ലാം പ്രതിസന്ധി നേരിട്ടിട്ടുണ്ടോ, പകർച്ചവ്യാധികൾ ലോകത്തെ പിടികൂടിയിട്ടുണ്ടോ, മഹായുദ്ധങ്ങൾ ലോകത്തെ തകർക്കുമ്പോൾ, വിശ്വാസങ്ങൾ നഷ്ടപ്പെടുമ്പോൾ, ദാരിദ്ര്യം പിടിമുറുക്കുമ്പോൾ, പരിശുദ്ധ അമ്മ ലൂർദിൽ പ്രത്യക്ഷപ്പെട്ടതുപോലെ, ഫാത്തിമയിൽ പ്രത്യക്ഷപ്പെട്ടതുപോലെ, ലോകം വേദനിക്കുന്ന സമയങ്ങളിൽ, വിഷമിക്കുന്ന സമയങ്ങളിലെല്ലാം പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെടുന്നു എന്നതിൻ്റെ അടയാളം എന്താണെന്നറിയാമോ? കത്തോലിക്ക സഭയുടെ ആത്മീയ യുദ്ധത്തിന് നേതൃത്വം കൊടുക്കുന്നത് പരിശുദ്ധ മറിയമാണ് എന്നതിൻ്റെ തെളിവാണ്. പ്രിയപ്പെട്ടവരെ, നാം ധ്യാനിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടാണ് പരിശുദ്ധ മറിയം നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, നമുക്ക് വേണ്ടി മാധ്യസ്ഥം അപേക്ഷിക്കുമ്പോൾ, നമുക്ക് വേണ്ടി യുദ്ധം നയിക്കുമ്പോൾ പിതാവായ ദൈവം അതിന് ചെവി കൊടുക്കുന്നത്? സ്വർഗത്തിൻ്റെ വാതിലുകൾ മറിയത്തിൻ്റെ മുൻപിൽ, മറിയത്തിൻ്റെ പ്രാർത്ഥനകളുടെ മുൻപിൽ തുറക്കപ്പെടുന്നത് എന്തുകൊണ്ടാണെന്ന് നാം ധ്യാനിച്ചിട്ടുണ്ടോ? അതിന് കാരണം മറ്റൊന്നുമല്ല, അവൾ ദൈവത്തിൻ്റെ കൽപ്പനയ്ക്ക് സദാ വിധേയപ്പെട്ടവളായിരുന്നു. ഇതാ കർത്താവിൻ്റെ ദാസി. പ്രിയപ്പെട്ടവർ, ഈ ഒരു മനോഭാവമാണ് നമ്മളിൽ നിന്ന് ദൈവം ആഗ്രഹിക്കുന്നത്. പ്രത്യേകിച്ച് ഈ ഒരു കാലഘട്ടത്തിൽ നാം പ്രതിസന്ധികൾ നേരിടുമ്പോൾ, ദുർമരണങ്ങൾ നേരിടുമ്പോൾ, ഇരുളിനെ നേരിടുമ്പോൾ, വിശ്വാസരാഹിത്യത്തെ നേരിടുമ്പോൾ, ദാരിദ്ര്യത്തെ നേരിടുമ്പോൾ, ആത്മരക്ഷ പ്രതിസന്ധിയിലാകുമ്പോൾ, പ്രിയപ്പെട്ടവരെ, നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്ന മനോഭാവം എന്ന് പറയുന്നത് മറിയത്തിൻ്റെ മനോഭാവമാണ്. ഇതാ കർത്താവിൻ്റെ ദാസി. ഈ മനോഭാവമാണ് ദൈവം നമ്മോട് ആവശ്യപ്പെടുന്നത്. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 21-ാമത്തെ വചനത്തിൽ ഇങ്ങനെ വായിക്കുന്നുണ്ടല്ലോ, കർത്താവേ കർത്താവേ എന്ന് വിളിച്ചപേക്ഷിക്കുന്നവനല്ല എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവനാണ് ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക. വിശുദ്ധ ജോൺ ബോൾ രണ്ടാമൻ പാപ്പ എഴുതിയ കന്യകാ മറിയത്തിൻ്റെ ജപമാല എന്ന അപ്പോസ്തലിക പ്രബോധനത്തിൽ വിശുദ്ധ ജോൺ ബോൾ രണ്ടാമൻ പാപ്പ ജപമാലയെ വിളിക്കുന്നത്, പരിശുദ്ധ മറിയത്തിനോടൊപ്പമുള്ള പ്രാർത്ഥനയെ വിളിക്കുന്നത് ഒരു ആത്മീയ യാത്രയെന്നാണ്, ഒരു ആധ്യാത്മിക യാത്രയെന്നാണ്. ആ ആധ്യാത്മിക യാത്രയെ ഇന്ന് നമുക്ക് ഷാലോം ടിവിയോട് ചേർന്ന് വിളിക്കാൻ സാധിക്കും ഒരു റോസറി വാർ, ജപമാല കൊണ്ടുള്ള ഒരു യുദ്ധത്തിലാണ് നാം ഏർപ്പെട്ടിരിക്കുന്നത്. ജോൺ ബോൾ രണ്ടാമൻ പാപ്പ പഠിപ്പിക്കുകയാണ്, ക്രൈസ്തവ ജീവിതത്തിൻ്റെ ആധ്യാത്മിക യുദ്ധത്തോട് ഏറ്റവും ചേർന്ന് നിൽക്കുന്ന ആയുധം വിശുദ്ധ ജപമാലയാണ്. ഒരു കത്തോലിക്കൻ, ഒരു സഭാ വിശ്വാസി തിന്മകൾക്കെതിരെ, ചെകുത്താനെതിരെ, ഇരുളിനെതിരെ, ഇരുട്ടിനെതിരെ, വിശ്വാസരാഹിത്യത്തിനെതിരെ, പകർച്ചവ്യാധികൾക്കെതിരെ പടപൊരുതുമ്പോൾ ഉപയോഗിക്കേണ്ട ഏറ്റവും വലിയ ആയുധമാണ് വിശുദ്ധ ജപമാല എന്ന് വിശുദ്ധ ജോൺ ബോൾ രണ്ടാമൻ പാപ്പ നമ്മെ പഠിപ്പിക്കുകയാണ്. ജോൺ ബോൾ രണ്ടാമൻ പാപ്പ പറയാ, മക്കളെ, ജപമാലയിൽ 2 കാര്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഒന്ന്, പരിശുദ്ധ അമ്മ, പരിശുദ്ധ മറിയം യേശുവിൻ്റെ അമ്മ, യേശുവിൻ്റെ ശിഷ്യ എന്ന നിലയിൽ നിന്നുകൊണ്ട് യേശു തുടങ്ങി വെച്ച
ആധ്യാത്മിക യുദ്ധത്തില് പങ്കുപറ്റുകയും നമ്മെ ആ യുദ്ധത്തിൽ ചേർക്കുകയും നമുക്ക് വേണ്ടി ഈ ഒരു കാലഘട്ടത്തിൽ പടപൊരുതാൻ നമ്മെ സഹായിക്കുകയും ചെയ്യുന്നവളാണ് പരിശുദ്ധ മറിയം എന്ന് ജോൺ ബോൾ രണ്ടാമൻ പാപ്പ നമ്മെ പഠിപ്പിക്കുകയാണ്. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ, ആവേ മരിയ. വീണ്ടും ജോൺ ബോൾ രണ്ടാമൻ പാപ്പ പറയുകയാണ്, ഈ യുദ്ധത്തില് 2 കാര്യങ്ങൾ അടങ്ങിയിരിപ്പുണ്ട്. ഒന്ന്, ഒരു തുടക്കം കുറിക്കലാണ്. ജപമാല എന്ന ആയുധം ഉപയോഗിച്ചുകൊണ്ട് ഒരു സഭാമക്കള്, ദൈവജനം യുദ്ധത്തിൽ ഏർപ്പെടുമ്പോൾ അവിടെ സംഭവിക്കുന്ന ഒരു കാര്യം ഒരു തുടക്കം കുറിക്കലാണ്. എന്തിന്റെ തുടക്കം കുറിക്കലാണ്? ജപമാല ചെല്ലുന്ന കുടുംബങ്ങള് പുതിയ അഭിഷേകത്തിന് തുടക്കം കുറിക്കുന്നു, പുതിയ കൃപയിലേക്ക് തുടക്കം കുറിക്കുന്നു, പുതിയ ദൈവവിളിയിലേക്ക് തുടക്കം കുറിക്കുന്നു, പുതിയ മനോഭാവങ്ങളിലേക്ക് കടന്നു വരുന്നു. ദൈവം തന്നെയാണ് ഈ തുടക്കം കുറിക്കുന്നതിന് നമ്മെ സഹായിക്കുന്നത്. ജോൺ ബോൾ രണ്ടാമൻ പാപ്പ പറയുകയാണ്, തുടക്കം കുറിക്കല് മാത്രമല്ല, ജപമാല എന്ന യുദ്ധത്തില് ഒരു വിട പറയലുമുണ്ട്. അപ്പൊ വളരെ മനോഹരമായിട്ടാണ് ആ വിശുദ്ധ ജോൺ ബോൾ രണ്ടാമൻ പാപ്പ ജപമാല എന്ന ആയുധത്തെ നമ്മെ പഠിപ്പിക്കുന്നത്. തുടക്കം കുറിക്കലിനോടൊപ്പം, ഒരു യുദ്ധത്തിന് തുടക്കം കുറിക്കുന്നതിനോടൊപ്പം ഒരു വിട പറയലുമുണ്ടെന്ന് പഠിപ്പിക്കുന്നു. ഈ വിട പറയൽ എന്തെന്നാണ് പ്രിയപ്പെട്ടവര്? ജപമാലയിലൂടെ ഒരു കുടുംബം തൻ്റെ പഴയ ജീവിതത്തെ ഉപേക്ഷിക്കുന്നു. നാം നേടിയെടുത്തത് സ്വന്തമെന്ന് കരുതിയതുമെല്ലാം യേശുനാമത്തിൽ ഉപേക്ഷിക്കുന്നത് ജപമാലയിൽ നാം കാണുകയാണ്. നമ്മുടെ സ്വാർത്ഥത, നമ്മുടെ അഹങ്കാരം, നമ്മുടെ തഴക്കദോഷങ്ങൾ, നമ്മുടെ ആസക്തികൾ, ഇതെല്ലാം ജപമാല ചൊല്ലുന്ന വ്യക്തികള് അവയോടെല്ലാം വിട പറയുകയാണ്. വീണ്ടും ജോൺ ബോൾ രണ്ടാമൻ പാപ്പ നമ്മളെ കൊണ്ടു ചെല്ലുന്നത് ജപമാല എന്ന ആയുധത്തിലൂടെ പരിശുദ്ധ മറിയത്തിന് ലഭിച്ച ദൈവകൃപ അവൾ ഒരിക്കലും നഷ്ടപ്പെടുത്താത്തതുപോലെ ജപമാല നിരന്തരം ചെല്ലുന്ന കുടുംബങ്ങളിൽ നിന്ന് ദൈവത്തിൻ്റെ കൃപ, ദൈവത്തിൻ്റെ സാന്നിധ്യം ഒരിക്കലും നഷ്ടപ്പെടുകയില്ല. ജോൺ ബോൾ രണ്ടാമൻ പാപ്പയുടെ വിചിന്തനത്തിൽ നാം കണ്ടുമുട്ടുന്ന 2ാമത്തെ കാര്യം, പരിശുദ്ധ അമ്മ ഒരിക്കലും സാത്താൻ ഇടം കൊടുത്തില്ല, പ്രലോഭനങ്ങൾക്ക് ഇടം കൊടുത്തില്ല. ഇതേപോലെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്ന കുടുംബങ്ങള്, ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്ന വ്യക്തികള്, അവരുടെ ജീവിതത്തില് സാത്താന് ഒരിക്കലും ഇടമുണ്ടാകുകയില്ല. 3ാമത്തേത്, ജപമാല ചൊല്ലുന്ന കുടുംബത്തിന് ലഭിക്കുന്ന വലിയ അഭിഷേകം എന്ന് പറയുന്നത് ത്രിത്വൈക ദൈവവുമായുള്ള വലിയൊരു ബന്ധമാണ് മക്കളെ. പരിശുദ്ധ അമ്മ, പിതാവായ ദൈവത്തിൻ്റെ പുത്രി, പരിശുദ്ധാത്മാവിൻ്റെ മണവാട്ടി, യേശുവിൻ്റെ അമ്മ എന്ന് പറഞ്ഞതുപോലുള്ള റാഡിക്കൽ പേഴ്സണൽ എൻകൗണ്ടർ വിത്ത് ഗോഡ്, ത്രിത്വൈക ദൈവവുമായിട്ടുള്ള ആ ഒരു ബന്ധം ജപമാല ചൊല്ലുന്ന കത്തോലിക്ക കുടുംബങ്ങൾക്ക് ലഭിക്കുകയാണ്. ഇതാണ് ഷാലോം TV ഈ ദിവസങ്ങളിൽ നമ്മെ ക്ഷണിക്കുന്നത്. ഇത്തരത്തിലുള്ള അഭിഷേകത്തിലേക്ക്, കൃപയിലേക്ക് നമുക്ക് കടന്നു വരാം. നമ്മളെ അനുഗ്രഹിക്കാൻ, നമ്മളെ ശക്തിപ്പെടുത്താൻ പരിശുദ്ധ അമ്മ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ കർത്താവ് ഈശോ എഴുന്നള്ളി വരാൻ പോകുകയാണ്. ആരാധനയിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ ദൈവത്തിൻ്റെ പുത്രൻ, ശക്തനായ ദൈവം ഇറങ്ങി വന്നുകൊണ്ട് ലോകത്തെ രക്ഷിക്കാൻ പോകുകയാണ്. പ്രിയപ്പെട്ടവരെ, നമുക്കെല്ലാവർക്കും പരിശുദ്ധ കുർബാനയുടെ ആരാധനയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. കർത്താവേ, ആകാശം പിളർന്ന് വന്നിടണേ. കർത്താവേ, ആകാശം പിളർന്ന് വന്നിടണേ.
നിന്റെ സാന്നിധ്യത്തിൽ പർവ്വതം വിറകൊണ്ടിടട്ടെ കർത്താവേ. ആകാശം പിളർന്ന് വന്നിടണേ. ആരാധന 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 യേശുവേ. പ്രിയപ്പെട്ട മക്കളെ, കർത്താവായ ഈശോ സത്യമായിട്ടും ഈ ശാലോം ശുശ്രൂഷയിലൂടെ ഈ 50 ലക്ഷം ജപമാല സമർപ്പണത്തില് സന്തുഷ്ടനാകാൻ കർത്താവായ ഈശോ സത്യമായിട്ടും എഴുന്നള്ളി വരികയാണ്. പ്രിയപ്പെട്ട മക്കളെ, കർത്താവിൻ്റെ മുൻപിലാണ് ഈ ജപമാല ചൊല്ലിക്കൊണ്ട് നാം യുദ്ധത്തിൽ ഏർപ്പെടുന്നത്. തിന്മകളെ ബഹിഷ്കരിക്കാൻ വേണ്ടി പരിശുദ്ധ അമ്മയോട് ചേർന്ന് ഈ ജപമാല സമർപ്പണത്തിലൂടെ ലോകം മുഴുവന് വേണ്ടി നാം പ്രാർത്ഥിക്കുമ്പോൾ സർവശക്തനായ ദൈവം പരിശുദ്ധ കുർബാനയിൽ എഴുന്നള്ളി വന്നുകൊണ്ട് ദൈവത്തിൻ്റെ ആത്മാവിനെ നമ്മുടെ മേൽ വർഷിച്ചുകൊണ്ട്, നമ്മുടെ ഭവനങ്ങളുടെ മേൽ വർഷിച്ചുകൊണ്ട്, നമ്മുടെ കുടുംബങ്ങളുടെ മേൽ വർഷിച്ചുകൊണ്ട്, നമ്മുടെ കുഞ്ഞുങ്ങളുടെ മേൽ വർഷിച്ചുകൊണ്ട്, ലോകത്തിൻ്റെ ഓരോ അതിരുകളുടെ മേൽ വർഷിച്ചുകൊണ്ട് ഈശോ ഇതാ തൻ്റെ ആത്മാവിനെ നമ്മുടെ മേൽ അയക്കുകയാണ്. 2 കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ച് എല്ലാവരും ഒന്ന് ചേർന്ന് സ്തുതിക്കാമോ മക്കളെ? ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. സ്തുതിക്കട്ടെ സ്തുതിക്കട്ടെ സ്തുതിക്കട്ടെ. പരിശുദ്ധാത്മാവേ, ദൈവത്തിന്റെ ആത്മാവേ, അത്ഭുതങ്ങളുടെ ആത്മാവേ, പരിശുദ്ധ കുർബാനയിൽ നിന്ന് ഈ ലോകം മുഴുവന്റെ മേൽ ഒഴുകണമേ. 50 ലക്ഷം ജപമാല ചൊല്ലിക്കൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ ഈ റോസറി വാറില് ഞങ്ങളോട് ചേർന്ന് പരിശുദ്ധാത്മാവേ ലോകത്തെ ബലപ്പെടുത്തണമേ. പരിശുദ്ധാത്മാവേ ലോകത്തെ ബലപ്പെടുത്തണമേ. മാറാ രോഗങ്ങളെ ബഹിഷ്കരിക്കണമേ. അസൂയകളെ, അന്ധകാര ശക്തികളെ, പാപബന്ധനങ്ങളെ ബഹിഷ്കരിക്കണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ 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 യേശുവേ. ആത്മാവേ കനിയേണമേ. പരിശുദ്ധാത്മാവേ അഭിഷേകം പകരേണമേ. പരിശുദ്ധ അമ്മ കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുമ്പോൾ ദൈവമേ, ദൈവത്തിന്റെ ആത്മാവിനെ ഞങ്ങളുടെ മേൽ വർഷിക്കണമേ. പരിശുദ്ധാത്മാവേ ഈശോയേ, കനിയേണമേ. എല്ലാ ബന്ധനങ്ങളും ലോകത്തിൽ നിന്ന് വിട്ടുമാറട്ടെ. അഭിഷേകം ചൊരിയണമേ. അഗ്നിജ്വാല പോലെ ഇടിമുഴക്കത്തോടെ അഗ്നിനാവുകൾ എന്നിൽ പതിയേണമേ. ഞങ്ങളുടെ കുടുംബങ്ങളുടെ മേല്, ഞങ്ങളുടെ രാജ്യങ്ങളുടെ മേല്, ലോകം മുഴുവന്റെ മേല് പരിശുദ്ധാത്മാവിന്റെ പോസിറ്റീവ് എനർജി വർഷിക്കപ്പെടട്ടെ. ജാതികൾ തിരുമുൻപിൽ വിറയ്ക്കും വണ്ണം നിന്റെ നാമത്തെ വൈരികൾക്ക് വെളിപ്പെടുത്താൻ തീയിൽ ചുള്ളി കത്തും പോലെ നീറങ്ങണമേ. വെള്ളം തിളയ്ക്കുന്ന പോലെ നീ കവിയണമേ. ആത്മാവേ കനിയണമേ. അഭിഷേകം പകരണമേ. ആത്മാവേ കനിയണമേ. അഭിഷേകം പകരണമേ. അഗ്നി
സഹോദരങ്ങളെ, നമുക്കെല്ലാവർക്കും നമ്മുടെ കുടുംബങ്ങളെ, ലോകത്തെ മുഴുവനെയും പരിശുദ്ധ അമ്മയോട് ചേർന്ന് പരിശുദ്ധ കുർബാനയുടെ മുൻപിലേക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെല്ലാവരും ഒന്ന് തല കുമ്പിട്ട് കർത്താവിനെ ആരാധിക്കാമോ? ഒന്ന് അച്ഛനോടൊപ്പം ഒന്ന് ആരാധിച്ച കർത്താവിനെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കരങ്ങളൊന്ന് വിരിച്ചു പിടിച്ചുകൊണ്ട്, നെഞ്ചിന്റെ മുൻപിൽ കരങ്ങൾ വിരിച്ചു പിടിച്ച് പരിശുദ്ധ കുർബാനയിൽ എഴുന്നള്ളിയിരിക്കുന്ന കർത്താവിനെ ഈ ഷാലോം ടിവിയിലൂടെ നോക്കി കണ്ടുകൊണ്ട്, ഈ ഒരു റോസറി വാറിൽ ഇറങ്ങി വന്നിരിക്കുന്ന കർത്താവിനെ കണ്ടുകൊണ്ട് അച്ഛനോടൊപ്പം ഒന്ന് പ്രാർത്ഥിക്കാമോ? കർത്താവായ ഈശോയെ, കർത്താവായ ഈശോയെ, അല്ല അഭിഷേകത്തോടെ ഏറ്റുപറഞ്ഞ മക്കളെ, കർത്താവായ ഈശോയെ, കർത്താവായ ഈശോയെ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ദൈവമേ, അവിടുന്ന് സത്യമായിട്ടും പരിശുദ്ധ കുർബാനയിൽ എഴുന്നള്ളി വന്നിരിക്കുന്നുവെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. എന്റെ ഈശോയെ, പരിശുദ്ധ അമ്മയോട് ചേർന്ന് ഞങ്ങൾ സമർപ്പിക്കുന്ന, ഞങ്ങൾ ഏറ്റെടുത്തിരിക്കുന്ന ഈ റോസറി വാറിലൂടെ, ഈ ആത്മീയ യുദ്ധത്തിലൂടെ ലോകത്തെ ബാധിച്ചിരിക്കുന്ന എല്ലാ ബന്ധനങ്ങളെയും, എല്ലാ തകർച്ചകളെയും, എല്ലാ അസ്വസ്ഥതകളെയും എടുത്തു മാറ്റണമേ. കർത്താവായ ഈശോയെ, ലോകത്തിന്റെ മേല് ആഞ്ഞടിച്ചിരിക്കുന്ന പകർച്ചവ്യാധികളെ ബഹിഷ്കരിക്കണമേ. ലോകത്തിന്റെ മേൽ ആഞ്ഞടിച്ചിരിക്കുന്ന മാറാരോഗങ്ങളെ ബഹിഷ്കരിക്കണമേ. എന്റെ ഈശോയെ, ഈ ഒരു കാലഘട്ടത്തില് ഞങ്ങളുടെ കുടുംബങ്ങളുടെ മേലുള്ള എല്ലാ തളർച്ചകളെയും, എല്ലാ തകർച്ചകളെയും ബഹിഷ്കരിക്കണമേ. എന്റെ കർത്താവേ, ഈ ആധുനിക ലോകത്ത് സഭ നേരിടുന്ന എല്ലാ വെല്ലുവിളികളെയും ഈ റോസറി വാറിന്റെ അഭിഷേകത്താൽ സഭയുടെ മേലുള്ള എല്ലാ ശത്രുദോഷങ്ങളെയും കരിച്ചു കളയണമേ. നിന്റെ ആത്മാവിനെ, പരിശുദ്ധാത്മാവിനെ, പെന്തക്കോസ്തയുടെ ആത്മാവിനെ, സ്ലീഹന്മാരിൽ ഇറങ്ങി വന്ന അതേ ആത്മാവിനെ ഈശോയെ ഒരിക്കൽ കൂടെ ഞങ്ങളുടെ മേൽ അയക്കണമേ. ഈശോയെ, അങ്ങയുടെ അമ്മയോട് ചേർന്ന് കരങ്ങൾ ഉയർത്തി ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ലോകം മുഴുവൻ ഈ ഒക്ടോബർ മാസത്തില് ജപമാലകൾ ചൊല്ലിക്കൊണ്ട് ഈ വലിയ യുദ്ധം ചെയ്യുമ്പോൾ ശത്രുവിനെതിരെ, സാത്താനെതിരെ, പകർച്ചവ്യാധികൾക്കെതിരെ, രോഗാണുക്കൾക്കെതിരെ, കടബാധ്യതകൾക്കെതിരെ, കുടുംബ തകർച്ചകൾക്കെതിരെ, നിരാശയ്ക്കെതിരെ, അകാരണ ഭയത്തിനെതിരെ, വിഷാദ രോഗങ്ങൾക്കെതിരെ, ആത്മഹത്യ പ്രവണതകൾക്കെതിരെ ഞങ്ങൾ പടപൊരുതുമ്പോൾ എന്റെ കർത്താവേ, അവിടുന്ന് ഞങ്ങളുടെ യാചനകള് കാണുകയോ ഞങ്ങളുടെ മേലുള്ള പാപത്തിന്റെ ബന്ധനങ്ങള്, ശാപത്തിന്റെ ബന്ധനങ്ങള്, രോഗത്തിന്റെ ബന്ധനങ്ങള്, മരണത്തിന്റെ ബന്ധനങ്ങള് ബഹിഷ്കരിക്കണമേ. ഹല്ലേലൂയ. ബന്ധനമഴിയട്ടെ, ബന്ധനമഴിയട്ടെ. എന്റെ കർത്താവേ, അവിടുന്ന് ചെകിടന് കേൾവിശക്തി കൊടുത്തു, കുരുടന് കാഴ്ചശക്തി കൊടുത്തു. എന്റെ ദൈവമേ, ഞങ്ങളുടെ ഭവനങ്ങളിലുള്ള രോഗികളുടെ മേല് ഈ റോസറി വാറിലൂടെ, ഞങ്ങളുടെ ഭവനങ്ങളിലുള്ള കിടപ്പ് രോഗികളെ, ക്യാൻസർ രോഗികളെ, അലർജി രോഗമുള്ളവരെ, ഈശോയെ, നിന്റെ നാമത്തിന്റെ ശക്തിയാ, നിന്റെ നാമത്തിന്റെ ശക്തിയാ, ശക്തനായ ദൈവത്തിന്റെ പരിശുദ്ധ കുർബാനയുടെ ഇടപെടലിന്റെ ശക്തിയാ അത്ഭുതം നടക്കട്ടെ, രോഗശാന്തി ലഭിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ.
യേശുവേ നന്ദി, ഈശോയെ ആരാധന, ഈശോയെ ആരാധന. ആരാധന. രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് സൗഖ്യത്തിന് വേണ്ടി ഒന്ന് പാടി പ്രാർത്ഥിച്ച മക്കളെ. തിരുവിലാവിൽ നിന്നൊഴുകും യേശുവേ തിരുച്ചോര തുള്ളിയാ കർത്താവിന്റെ ശക്തി ഒഴുകട്ടെ മക്കളെ. കഴുകേണമെന്നെ ഇന്ന് പൊന്നു കർത്താവേ, കരുണ തോന്നണേ In the name of Jesus. അലിവു തോന്നണേ. ലോകം മുഴുവന് വേണ്ടി പരിശുദ്ധ അമ്മയോട് ചേർന്ന് കരങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കരുണയ്ക്ക് വേണ്ടി പാടി പ്രാർത്ഥിച്ച മക്കളെ. കരുണ തോന്നണേ അലിവു തോന്നണേ. യേശുനാമത്തിന്റെ ശക്തി, യേശുവിന്റെ അധികാരത്തിന്റെ ശക്തി, കത്തോലിക്ക സഭയുടെ ശക്തി, പരിശുദ്ധ കുർബാനയുടെ ശക്തി, ദൈവ ആത്മാവിന്റെ ശക്തി നിന്റെ മേൽ, നിന്റെ കുടുംബത്തിന്റെ മേൽ, നിന്റെ തൊഴിൽ മേഖലയുടെ മേൽ, നിന്റെ സമ്പത്തിന്റെ മേല്, നിന്റെ കുടുംബ സമാധാനത്തിന്റെ മേല് ദൈവാത്മാവിന്റെ ശക്തി ഇറങ്ങി വരട്ടെ. കരുണ തോന്നണേ കർത്താവേ, ഞങ്ങളുടെ യുവജനങ്ങളുടെ മേല് എന്നിൽ അലിവു തോന്നണേ. കർത്താവേ, സ്കൂളിൽ പോകാനായിട്ട് തടസ്സങ്ങൾ നേരിട്ട ഞങ്ങളുടെ എല്ലാ വിദ്യാർത്ഥികൾക്ക് വേണ്ടി കരുണ തോന്നണേ ഈശോയേ. എന്നിൽ അലിവു തോന്നണേ. ആഗോള കത്തോലിക്ക സഭയുടെ മേല്, ഫ്രാൻസിസ് പാപ്പയുടെ മേല്, കർദിനാൾമാരുടെ മേല്, മെത്രാന്മാരുടെ മേല്, വൈദികരുടെ മേല്, എല്ലാ സിസ്റ്റേഴ്സിന്റെ മേല്, ആത്മായ പ്രേക്ഷിതരുടെ മേല്, വചന പ്രഘോഷകരുടെ മേല്, ടെലിവിഷൻ ചാനലുകളുടെ മേല് ദൈവത്തിന്റെ ആത്മാവ് ഇറങ്ങി വരട്ടെ. യേശുവേ, അത്ഭുതം നടക്കട്ടെ, അത്ഭുതം നടക്കട്ടെ, അത്ഭുതം നടക്കട്ടെ. ഈശോയേ, ബാധകളെല്ലാം ഭവനങ്ങളിൽ നിന്ന് ലോകത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകട്ടെ. ഈശോയേ, പകർച്ചവ്യാധികൾ ബന്ധിക്കപ്പെടട്ടെ, ബഹിഷ്കരിക്കപ്പെടട്ടെ. വിട്ടുമാറാത്ത രോഗങ്ങൾ മൂലം വേദനിക്കുന്നവര് ഈ റോസറി വാറിലൂടെ പുത്തൻ അഭിഷേകം ലഭിക്കട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആദ്യമായിട്ട് പരിശുദ്ധ കുർബാന സ്വീകരിച്ച കുഞ്ഞുമക്കളോടൊപ്പം ചേർന്ന് നമുക്ക് ഈ ജപമാല യുദ്ധത്തിലേക്ക് അണിചേരാം. റോസറി വാറിലേക്ക് നമുക്ക് അണിചേരാം. നമുക്കെല്ലാവർക്കും ഭക്തിയോടെ ജപമാലയിൽ പങ്കുചേരാം. അളവില്ലാത്ത സകല നന്മ സ്വരൂപനായിരിക്കുന്ന സർവേശ്വര കർത്താവെ, എളിയവരും നന്ദിയേറ്റ പാപികളുമായിരിക്കുന്ന ഞങ്ങൾ നിസീമ പ്രതാപവനായ അങ്ങേ സന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ അയോഗ്യരായിരിക്കുന്നു. എങ്കിലും അങ്ങേ അനന്തമായ ദയയിൽ ശരണപ്പെട്ടുകൊണ്ട് പരിശുദ്ധ ദേവമാതാവിൻ്റെ സ്തുതിക്കായി ജപമാല അർപ്പിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഈ അർപ്പണം ഭക്തിയോടും ശ്രദ്ധയോടും കൂടെ ചെയ്യുന്നതിന് കർത്താവെ ഞങ്ങളെ സഹായിക്കണമേ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ട് പാതാളത്തിൽ നിറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും
ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. പിതാവായ ദൈവത്തിൻ്റെ മകളായിരിക്കുന്ന പരിശുദ്ധ മറിയമേ, ഞങ്ങളിൽ ദൈവവിശ്വാസമെന്ന പുണ്യമുണ്ടായി ഫലം ചെയ്യുന്നതിന് അങ്ങേ തിരുക്കുമാരനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്ഥി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. പുത്രനായ ദൈവത്തിൻ്റെ മാതാവായിരിക്കുന്ന പരിശുദ്ധ മറിയമേ, ഞങ്ങളിൽ ദൈവശരണമെന്ന പുണ്യമുണ്ടായി വളരുന്നതിന് അങ്ങേ തിരുക്കുമാരനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്ഥി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. പരിശുദ്ധാത്മാവായ ദൈവത്തിന് ഏറ്റവും പ്രിയമുള്ള പരിശുദ്ധ മറിയമേ, ഞങ്ങളിൽ ദൈവസ്നേഹമെന്ന പുണ്യമുണ്ടായി വർദ്ധിക്കുന്നതിന് അങ്ങേ തിരുക്കുമാരനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്ഥി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ദുഃഖകരമായ ദിവ്യരഹസ്യങ്ങൾ. ഒന്നാം ദിവ്യരഹസ്യം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹ പൂങ്കാവനത്തിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ചോര വിയർത്തു എന്നതിന്മേൽ ധ്യാനിക്കുക. ഈ രഹസ്യം ധ്യാനിക്കുമ്പോൾ സഭ നേരിടുന്ന വെല്ലുവിളികൾ തരണം ചെയ്യുവാൻ ആവശ്യമായ പരിശുദ്ധാത്മാവിൻ്റെ കൃപയ്ക്കായി പരിശുദ്ധ അമ്മ വഴിയായി നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്ഥി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്ഥി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്ഥി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്ഥി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ,
പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ഓ എൻ്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ. നരാഗ്നി ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും പ്രത്യേകിച്ച് അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗ്ഗത്തിലേക്ക് ആനയിക്കണമേ. രണ്ടാം ദിവ്യരഹസ്യം. നമ്മുടെ കർത്താവ് യേശു മിശിഹ പീലാത്തോസിന്റെ വീട്ടിൽ വെച്ച് ചമ്മട്ടികളാൽ അടിക്കപ്പെട്ടു എന്ന് ധ്യാനിക്കുക. ഈ രഹസ്യം ധ്യാനിക്കുമ്പോൾ കൊറോണ വൈറസ് മൂലം ക്ലേശിക്കുന്ന എല്ലാ സഹോദരങ്ങളെയും അവരുടെ കുടുംബാംഗങ്ങളെയും പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം വഴിയായി സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും
തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ഓ എന്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ. നരകാഗ്നി ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും, പ്രത്യേകിച്ച് അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെ സ്വർഗ്ഗത്തിലേക്ക് ആനയിക്കണമേ. മൂന്നാം ദിവ്യരഹസ്യം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായെ യൂതന്മാർ മുൾമുടി ധരിപ്പിച്ചു എന്നതിന്മേൽ ധ്യാനിക്കുക. ഈ രഹസ്യം ധ്യാനിക്കുമ്പോൾ നമുക്ക് എല്ലാ കുടുംബങ്ങളെയും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം വഴിയായി സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയെ ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി
ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ഓ എന്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ. നരകാഗ്നി ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും പ്രത്യേകിച്ച് അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് അനയിക്കണമേ. നാലാം ദിവ്യരഹസ്യം. നമ്മുടെ കർത്താവ് ഈശോമിശിഹ മരണത്തിന് വിധിക്കപ്പെട്ടതിന് ശേഷം തനിക്ക് അധികം അപമാനവും വ്യാകുലവും ഉണ്ടാകുവാൻ വേണ്ടി അവിടുത്തെ തിരുത്തോളിന്മേൽ ഭാരമുള്ള കുരിശുമരം ചുമത്തപ്പെട്ടു എന്ന് ധ്യാനിക്കുക. ഈ രഹസ്യം ധ്യാനിക്കുമ്പോൾ എല്ലാ യുവജനങ്ങളെയും ഈശോയ്ക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി,
കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും ആമേൻ. ഓ എന്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ. നരകാഗ്നി ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും പ്രത്യേകിച്ച് അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെ സ്വർഗ്ഗത്തിലേക്ക് ആനയിക്കണമേ. അഞ്ചാം ദിവ്യരഹസ്യം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹ ഗാഗുൽത്താ മലയിൽ ചെന്നപ്പോൾ വ്യാകുല സമുദ്രത്തിൽ മുഴുകിയ പരിശുദ്ധ മാതാവിന് മുമ്പാകെ തിരുവസ്ത്രങ്ങൾ ഒടിഞ്ഞെടുക്കപ്പെട്ട് കുരിശിൻ്റെ മേൽ തറയ്ക്കപ്പെട്ടു എന്നതിന്മേൽ ധ്യാനിക്കുക. ഈ രഹസ്യം ധ്യാനിക്കുമ്പോൾ എല്ലാ വൈദികരെയും സന്യസ്തരെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിൽ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയെ ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു.
അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ഓ എന്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ. നരകാഗ്നി ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും പ്രത്യേകിച്ച് അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗ്ഗത്തിലേക്ക് അനയിക്കണമേ. ജപമാല സമർപ്പണം. മുഖ്യദൂതനായ വിസ്ത മിഖായേലേ, ദൈവദൂതന്മാരായ വിസ്ത ഗബ്രിയേലേ, വിസ്ത റെപ്പായേലേ, സ്ലീഹന്മാരായ വിസ്ത പത്രോസേ, വിസ്ത പൗലോസേ, മാർ യോഹന്നാനെ, ഞങ്ങളുടെ പിതാവായ മാർത്തോമ, ഞങ്ങൾ വലിയ പാപികളായിരിക്കുന്നുവെങ്കിലും ഞങ്ങൾ ജപിച്ച ഈ പ്രാർത്ഥന നിങ്ങളുടെ കീർത്തനങ്ങളോടുകൂടെ ഒന്നായി ചേർത്ത് പരിശുദ്ധ മാതാവിൻ്റെ തൃപ്പാദത്തിങ്കൽ കാഴ്ചവെക്കുവാൻ നിങ്ങളോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ അനുഗ്രഹിക്കണമേ. കർത്താവേ അനുഗ്രഹിക്കണമേ. മിശിഹായെ അനുഗ്രഹിക്കണമേ. മിശിഹായെ അനുഗ്രഹിക്കണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. കർത്താവേ അനുഗ്രഹിക്കണമേ. മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ. മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ. സ്വർഗസ്ഥനായ പിതാവായ ദൈവമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഭൂലോകരക്ഷകനായ പുത്രനായ ദൈവമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഏകദൈവമായ പരിശുദ്ധ ത്രിത്വമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ മറിയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദൈവകുമാരന്റെ പരിശുദ്ധ ജനനി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കന്യകൾക്ക് മകുടമായ നിർമ്മല കന്യകേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. മിശിഹായുടെ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. തിരുസഭയുടെ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദൈവരപ്രസാദത്തിന്റെ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഏറ്റവും നിർമ്മലയായ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. അത്യന്ത വിരക്തിയായ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കളങ്കമറ്റ കന്യകയായ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കന്യാത്തത്തിന് ഭംഗം വരാത്ത മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സ്നേഹത്തിനേറ്റ യോഗ്യയായ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. അത്ഭുതത്തിന് വിഷയമായ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സതുപദേശത്തിന്റെ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സ്രഷ്ടാവിന്റെ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. രക്ഷകന്റെ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഏറ്റവും വിവേകവതിയായ കന്യകേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വണക്കത്തിനേറ്റ യോഗ്യയായ കന്യകേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സ്തുതിക്ക് യോഗ്യയായ കന്യകേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. മഹാവല്ലഭിയായ കന്യകേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കനിവുള്ള കന്യകേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഏറ്റവും വിശ്വസ്തയായ കന്യകേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നീതിയുടെ ദർപ്പണമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദിവ്യജ്ഞാനത്തിന്റെ സിംഹാസനമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഞങ്ങളുടെ സന്തോഷത്തിന്റെ കാരണമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ആധ്യാത്മിക പാത്രമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ബഹുമാനത്തിന്റെ പാത്രമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. അത്ഭുതമായ ഭക്തിയുടെ പാത്രമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദിവ്യരഹസ്യം നിറഞ്ഞിരിക്കുന്ന റോസാ പുഷ്പമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദാവീദിന്റെ കോട്ടയെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നിർമ്മല ദന്തം കൊണ്ടുള്ള കോട്ടയെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സ്വർണാലയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വാഗ്ദാനത്തിന്റെ പേടകമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സ്വർഗത്തിന്റെ വാതിലേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഉഷകാല നക്ഷത്രമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ.
രോഗികളുടെ ആരോഗ്യമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പാപികളുടെ സങ്കേതമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പീഡിതരുടെ ആശ്വാസമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ക്രിസ്ത്യാനികളുടെ സഹായമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. മാലാഖമാരുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പൂർവപിതാക്കന്മാരുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദീർഘദർശികളുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സ്ലീഹന്മാരുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വേദസാക്ഷികളുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ബന്ധകന്മാരുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കന്യകളുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സകല വിസ്തരുടെയും രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. അമലോത്ഭവയായ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സ്വർഗാരോപതിയായ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കർമ്മലസഭയുടെ അലങ്കാരമായ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സമാധാനത്തിന്റെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദിവ്യ കുഞ്ഞാടേ, കർത്താവേ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദിവ്യ കുഞ്ഞാടേ, കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദിവ്യ കുഞ്ഞാടേ, കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സർവേശ്വരന്റെ പുണ്യപൂർണ്ണയായ മാതാവേ, ഇതാ ഞങ്ങൾ നിന്നിൽ അഭയം തേടുന്നു. ഞങ്ങളുടെ ആവശ്യ നേരത്ത് ഞങ്ങളുടെ അപേക്ഷകൾ ഉപേക്ഷിക്കരുതേ. ഭാഗ്യവതിയും അനുഗ്രഹീതയുമായ കന്യകാമാതാവേ, സകല ആപത്തുകളിൽ നിന്നും എപ്പോഴും ഞങ്ങളെ കാത്തുകൊള്ളണമേ. ഈശോമിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പ്രാർത്ഥിക്കാം. കർത്താവേ, പൂർണ്ണ മനസ്സോടുകൂടി സാഷ്ടാംഗമെടുക്കുന്ന ഈ സമൂഹത്തെ തൃക്കൺ പാർത്ത് നിത്യകന്യകയായിരിക്കുന്ന പരിശുദ്ധ മറിയത്തിന്റെ അപേക്ഷയാൽ സകല ശത്രുക്കളുടെയും ഉപദ്രവങ്ങളിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. ഈ അപേക്ഷകളൊക്കെയും ഞങ്ങളുടെ കർത്താവ് ഈശോമിശിഹായുടെ യോഗ്യതകളെ കുറിച്ച് ഞങ്ങൾക്ക് തന്നരണമേ. ആമേൻ. പ്രിയപ്പെട്ട മക്കളെ, നമുക്ക് എല്ലാവർക്കും കരങ്ങൾ കൂപ്പിപ്പിടിച്ച് കർത്താവിൻ്റെ സന്നിധിയിൽ കർത്താവിൻ്റെ ആശീർവാദം സ്വീകരിക്കാൻ വേണ്ടി നമുക്ക് ഒരുങ്ങാം മക്കളെ. വണങ്ങുക സാഷ്ടാംഗം വീണുന ഏറ്റവും മഹത്താമി നിയമത്തിൽ കർമ്മങ്ങൾ വന്നല്ലോ പൂർവികം സാദരം മാറി നിൽപ്പൂ. ഇന്ദ്രിയങ്ങൾ കേഴും പോരായ്മയൊക്കെയും തീർക്കുക വിശ്വാസ ദിവ്യദീപ്തി. ദൈവപിതാവിനും തന്നേകജാതനും സ്തോത്രമുണ്ടാകണം എന്നും എന്നും. പാവനാത്മാവിനും ഔവീതം നിസ്തുല സ്തോത്രമുണ്ടാകണം നിത്യകാലം. സ്വസ്തിയും കീർത്തിയും ശക്തിയുമാർന്നെന്നും വാഴുക ത്രിത്വൈക ദൈവമാമേ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, അങ്ങയുടെ പീഠാനുഭവത്തിൻ്റെ സ്മാരകമായ വിസ്മയാവഹമായ കൂദാശ ഞങ്ങൾക്ക് നൽകിയല്ലോ. അങ്ങയുടെ പരിത്രാണത്തിൻ്റെ ഫലം ഞങ്ങൾ നിരന്തരം അനുഭവിക്കുമാറ് അങ്ങയുടെ തിരുശരീരത്തിൻ്റെയും തിരുരക്തത്തിൻ്റെയും ദിവരഹസ്യങ്ങൾ എന്നും വണങ്ങുവാൻ അനുഗ്രഹമല്ലേണമേ എന്ന് നിത്യമായി ജീവിച്ചു വാഴുന്ന അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.
യേശുവേ തൊടണമേ യേശുവേ സൗഖ്യം നൽകണമേ യേശുവേ തൊടണമേ യേശുവേ സൗഖ്യം നൽകേ